ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന PYQ. ഇത് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 125/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അതിലെ 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ 7 PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമുദ്രങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെന്റിക് പ്രഭുവിൻ്റെ പ്രസ്താവനയാണിത്. എന്താണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമുദ്രങ്ങളെ വെളുപ്പിക്കുന്നു എന്നുള്ളത് ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെന്റിക് പ്രഭുവിൻ്റെ പ്രസ്താവനയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഏതാണ്? ഒന്ന് മാത്രമാണ് ശരി. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. അപ്പോൾ കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കളായിരുന്നു ആര്? താന്തിയ തോപ്പിയും നാനാ സാഹിബും. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പോൾ ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഇതിലെ 3ഉം 4ഉം ആണ്. മിറാത്തുൽ അക്ബറും സംബാദ് കൗമുദിയും രാജാറാം മോഹൻ റോയുടേതാണ്. ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ ആൻഡ് സംബാദ് കൗമുദി. മിറാത്തുൽ അക്ബർ ആൻഡ് സംബാദ് കൗമുദി. മിറാത്തുൽ അക്ബർ ആൻഡ് സംബാദ് കൗമുദി ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെ പുസ്തകങ്ങളാണ്. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെയാണ്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെയാണ്. ആരെയാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. അയ്യത്താൻ ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട് ജില്ലയിലാണ് ശബരി ആശ്രമം. അപ്പം ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം എന്താണ്? ശബരി ആശ്രമം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് ശബരി ആശ്രമം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? ഇറ്റലിയിലാണ് G7 ഉച്ചകോടി നടന്നത്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം എവിടെയാണ്? ഇറ്റലി. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 എന്താണ്? ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? ഏത് കോടതിയെയാണ് സമീപിക്കാവുന്നത്? നമുക്ക് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം. അപ്പോൾ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയെയും സമീപിക്കാം, അതേപോലെ ഹൈക്കോടതിയെയും സമീപിക്കാം.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതിയാണ് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതുവരെയുള്ളതിൽ അവസാനത്തെ ഭേദഗതി. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ആ സമയത്തെ ആണ്. അപ്പോൾ നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഏതൊക്കെയാണ് 4ാം പഞ്ചവത്സര പദ്ധതിയിലുള്ളത്? സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഇവ മൂന്നുമാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സ്ഥിരതയോട് കൂടിയ വളർച്ച, അതേപോലെ സ്വാശ്രയത്വം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെ മാർഗങ്ങളാണ്? സൈനിക നടപടി സ്വീകരിച്ചു, ലയന കരാറിൽ ഏർപ്പെട്ടു, അനുരഞ്ജനം. ഈ 3 വഴികളിലൂടെയാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത്. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങളാണ് സൈനിക നടപടി, ലയന കരാറ്, അനുരഞ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്താണ്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേന 1999 കാർഗിൽ യുദ്ധത്തിൽ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്താണ്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിന് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 2003 2003 പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. നാഷണൽ പാർക്കായിട്ട് പാമ്പാടും ചോലയെ പ്രഖ്യാപിക്കുന്നത് 2003. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തീർണം. അപ്പോൾ ലോകരാജ്യങ്ങളിലെ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്. 53ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ.
കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി. കക്കാട് ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയാണ്. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018 കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിച്ചത്. 2018 കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിച്ചത്. റാം സിയോ ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? സുമതിയാണ് കഥാപാത്രം അല്ലാത്തത്. മല്ലി, രേഷ്മ, കിരൺ എല്ലാം റാം കോ ആനന്ദിയുടെ അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലാണത്. അതിലെ കഥാപാത്രങ്ങളാണ് മല്ലി, രേഷ്മ, കിരൺ. മല്ലിയും രേഷ്മയും കിരണും. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ഗെയിം വഴി ഉള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്രയാണ്? 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ശതമാനാടിസ്ഥാനത്തിൽ. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ലയിലാണ്. പാതിരാമണൽ ദ്വീപ് വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി ഉള്ളത്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായലാണ് ശാസ്താംകോട്ട കായൽ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ശാസ്താംകോട്ട. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. റീഡ് തവളകൾ. റീഡ് തവളകളെ കക്കയത്താണ് സംരക്ഷിക്കുന്നത്. റീഡ് തവളകൾ കക്കയം. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ എവിടെയാണ്? ചിന്നാറിലാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലി. വരയാട് ഇരവികുളം. ഇപ്പം റീഡ് തവളകൾ എവിടെയാണ് സംരക്ഷിക്കുന്നത്? കക്കയത്താണ്. റീഡ് തവളകൾ കക്കയം. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി. വരയാട് ഇരവികുളം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്ററാണ്. തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ളത് ഇന്ദിരാ കോളും ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റുമാണ്. അപ്പോൾ ഇന്ദിരാ കോളാണ് മുകളിൽ, ഇന്ദിരാ പോയിന്റാണ് താഴെ. തെക്കേറ്റത്ത് ഇന്ദിരാ പോയിന്റും വടക്കേറ്റത്ത് ഇന്ദിരാ കോളുമാണ്. 3214 കിലോമീറ്ററാണ് നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ 2ഉം 4ഉം മാത്രമാണ് ശരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുണ്ട് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിരാക്കുണ്ട്. ഹിരാ എന്നുള്ള ഒരു ദീർഘം വരുന്നില്ല അവിടെ. അപ്പോൾ ഹിരാക്കുണ്ടിനാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ ഡാം. നാഗാർജുന സാഗർ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ലോകസഭയുമായിട്ട് ബന്ധമില്ലാത്തത് 1ഉം 3ഉം ആണ്. ബന്ധമുള്ളത് എന്തൊക്കെയായിരിക്കും? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോകസഭയിലുള്ളത്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോകസഭയിലുള്ളത്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭയാണ് ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോകസഭയിൽ. അത് ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭയാണ്. ചേരുംപടി ചേർക്കുക. വരാഹമിഹിരൻ. വരാഹമിഹിരൻ ഏതാണ്? ലഘുജാതകം. വരാഹമിഹിരൻ ലഘുജാതകം. കാളിദാസൻ വിക്രമോർവശീയം. വിശാഖദത്തൻ മുദ്രരാക്ഷസം. ശുദ്രകൻ
മൃച്ഛകടികം. അപ്പോൾ വരാഹമിഹിരൻ, ലഘുജാതകം, കാളിദാസൻ, വിക്രമോർവശീയം, വിശാഖദത്തൻ, മുദ്രരാക്ഷസം, ശൂദ്രകൻ, മൃച്ഛകടികം. അപ്പം നമുക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് നമ്മളത് പഠിക്കണം. ഓക്കെ, കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടും. നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടും. അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളത് പഠിക്കണം. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനമാണ് PSLV C-57. കൃത്രിമോപഗ്രഹം ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? PSLV C-57ലാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അഗസ്ത് കോംതെ. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്ത് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായിട്ടുള്ള രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക മണ്ണ് ദിന സന്ദേശം. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം 2023 ലോക മണ്ണ് ദിന സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം പോർച്ചുഗലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം എവിടെയാണ്? പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ ആണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്. ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിറ്റാമിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വിറ്റാമിൻ എ. അപ്പം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. അത് മങ്ങിയ പ്രകാശത്തിൽ കാണാനായിട്ട് വൈറ്റമിൻ എയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് മങ്ങിയ പ്രകാശത്തിൽ കാണാനായിട്ട് കഴിയില്ല. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1988 ദേശീയ വനനയം നിലവിൽ വന്നത്. 1988 എന്താണ് ദേശീയ വനനയം? ദേശീയ വനനയം നിലവിൽ വന്നത് 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ചത് ആരാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് സിഗ്. സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയാണ് ഏത്? സിഗ് എന്നുള്ളത്. സിഗ്. ഇപ്പോൾ സിഗ് എവിടുത്തെ കറൻസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെയാണ്? സിംബാബ്വേയിലെ കറൻസിയാണ് സിഗ് എന്നുള്ളത്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. കറിയുപ്പിൻ്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് രാസോർജം. പദാർത്ഥങ്ങളിൽ ഊർജ്ജം എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്? രാസോർജമായിട്ടാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്, അല്ലെങ്കിൽ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസവും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, അത് നശിപ്പിക്കപ്പെടുന്നുമില്ല.
അപ്പോൾ ഇത് എല്ലാം ശരിയാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, അത് നശിപ്പിക്കപ്പെടുന്നുമില്ല. ഇനി ഇതിലേതാണ് ശരിയെന്നാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അതാണ് രണ്ട് മാത്രമാണ് ശരി. അതായത് എല്ലാ അയിരിനെയും നമുക്ക് ധാതുക്കളാണെന്ന് പറയും. പക്ഷെ എല്ലാ ധാതുക്കളും എന്താണ്? അയിരുകളല്ല. എല്ലാ അയിരും ധാതുക്കളാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. എല്ലാ അയിരും എന്താണ്? ധാതുക്കളാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. അപ്പം നമ്മുടെ എക്സാമിനോട് അനുബന്ധിച്ചുള്ള ആ സമയത്ത് ഓരോ വർഷത്തെയും ഇതേപോലെ ഓരോ ദിനത്തിൻ്റെയും പ്രമേയങ്ങളും ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളും ഒക്കെ അന്നേരം നോട്ട് ചെയ്യണം. ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നോബൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. എത്ര പേർക്ക് ലഭിച്ചു എന്ന് വരെ ചോദിക്കുന്നുണ്ട്. ആരൊക്കെ എന്നുള്ളതിന് പകരം എത്ര പേരാണ്, അങ്ങനെ വരെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ അത് നോട്ട് ചെയ്ത് വെക്കണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. താഴെ പറയുന്നതിൽ പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി. മലമ്പനി എന്നുള്ളത് പ്രോട്ടോസോവ രോഗമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? EEG എന്നുള്ളത്. എന്താണ് EEG? EEG എന്തിനായിട്ടുള്ളതാണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് EEG ഉപയോഗിക്കുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് കർസാപ്പ്. എന്താണ് കർസാപ്പ്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയാണ് കർസാപ്പ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റയാണ്. എന്താണ്? സസ്യകോശങ്ങളിലെ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റ. എന്താണ്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയാണ് പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി നെഗ്ലേറിയ ഫൈലേറിയാണ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫൈലേറി. നെഗ്ലേറിയ ഫൈലേറി എന്ന രോഗകാരി ഏത് അസുഖത്തിൻ്റെ രോഗകാരിയാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരിയാണ് നെഗ്ലേറിയ ഫൈലേറി. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 2ഉം 4ഉം ആണ് ശരി. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നത് എന്താണ്? ഈ പോർട്ടൽ സിരയാണ്. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. അതായത് വില്ലസുകൾ നമ്മൾ പറഞ്ഞു ചെറുകുടലിൽ കാണപ്പെടുന്നതാണ്. വില്ലസുകൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? പോഷകഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് വില്ലസുകളാണ്. അപ്പോൾ ഈ പോഷകഘടകങ്ങളെ ആ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നത് ഏതാണ്? ഈ പോർട്ടൽ സിരയാണ്. അതേപോലെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കാനും സഹായിക്കുന്നു. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ.
ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ആസാം. ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്യുന്നത്. അതെവിടെയാണ്? ആസാമിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ഫസ്റ്റ് സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത് ആസാമിലാണ്. ആസാം. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 GK ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക.